മുൻകൂർ ജാമ്യം തള്ളിയിട്ടും അറസ്റ്റ് തടയാതിരുന്നിട്ടും രാഹുൽ എവിടെയെന്ന് കണ്ടെത്താനാകുന്നില്ല നമ്മുടെ പോലീസ് സംവിധാനത്തിൽ. രാഹുൽ മാങ്കൂട്ടം MLA 9ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. അതിനുശേഷം അറസ്റ്റ് തടയണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ഒരു പക്ഷേ ഇന്നലെ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങിയേക്കുമെന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഹോസ്ദുർഗ് പോലീസ് വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോടതി പരിസരത്ത് നിരീക്ഷണം ഉറപ്പിച്ചിരുന്നു. അതിനുശേഷം അവർ പിൻവാങ്ങിയ സാഹചര്യം ആണ് ഉള്ളത്. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം എവിടെയെന്ന്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയെന്നത് പ്രധാനപ്പെട്ടതായി മാറും. രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനങ്ങൾ കുറച്ചുകൂടി കനപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ നടപടിയോടുകൂടി നിലവിലെ സാഹചര്യങ്ങൾ രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് സുരക്ഷിതമായ ഒരിടത്തേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ കോൺഗ്രസിന്? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം എവിടെ എന്ന ചോദ്യത്തിന് ഒരു മറുപടി നൽകേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനമാണ്. അതിന് സാധിക്കാതെ പോകുന്നു കേരള പോലീസിന്. 9ാം ദിവസവും രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തന്നെ തുടരുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് ആദ്യം തന്നെ പോകേണ്ടത്. രാഹുൽ മാങ്കൂട്ടം എവിടെയെന്നത് സംബന്ധിച്ച് ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തതയും ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുന്ന പശ്ചാത്തലമാണോ? ആരും സുരക്ഷിതത്വമായ ഒരു സംവിധാനം ഒരുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു നേതാവിന് എങ്ങനെയാണ് ഇത്രയും നാൾ പുറം ലോകത്ത് ഒരു ഇടപെടലുകളും നടത്താതെ തുടരാൻ സാധിക്കുന്നത്? ചോദ്യങ്ങൾ നിരവധിയാണ്. അതിനുള്ള ഉത്തരം നമുക്ക് തേടേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഡാൻ കുര്യൻ ആണ്. ഡാൻ, ഇപ്പോൾ ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തുടരുന്ന പശ്ചാത്തലം, ഇന്നലത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടായാൽ രാഹുൽ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ സാഹചര്യം മറ്റൊന്നാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു, പക്ഷേ നിയമപരമായി രാഹുൽ അകത്താകുന്ന പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ഇനിയും ഇരുട്ടിൽ തപ്പേണ്ട ഒരു സാഹചര്യമാണോ കേരള പോലീസിനുള്ളത്? അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടം അന്വേഷണ സംഘത്തിന് മുമ്പിലോ കോടതിയിലോ കീഴടങ്ങണം, അല്ലെങ്കിൽ ആ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടണം എന്ന ആവശ്യം എതിർ രാഷ്ട്രീയ കക്ഷികളുടെയും രാഹുൽ വിരോധികളുടെയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആർക്കൊക്കെ എതിരെയാണോ വാക്ശരങ്ങൾ ചെയ്തത് അവരുടെയൊക്കെയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആർക്കെതിരെയാണോ ഇങ്ങനെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്, അതേ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് സംവിധാനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് പിടികൂടി പോലീസ് വാഹനത്തിൽ കാസർഗോഡ് വഴി തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും അതിനിടയിൽ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കൗശലമുള്ള രാഷ്ട്രീയക്കാരൻ ബോധ്യമുള്ളയാളാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടി, ഏത് വിധേനയും അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കങ്ങൾ കഴിഞ്ഞ 9 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ആ പ്രതീക്ഷ മുഴുവൻ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി അനുകൂലമാകുമെന്ന തരത്തിലായിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി രണ്ടാമതൊരു കേസ് കൂടി, ഗൌരവ സ്വഭാവത്തിൽ മറ്റൊരു കേസ് കൂടി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത സാഹചര്യം വന്നതോടെയാണ് പ്രതീക്ഷകൾ തകിടം മറിഞ്ഞത്. ഇന്നലത്തെ ഈ വിധിയുടെ വിശദാംശങ്ങളടക്കം ആ കാര്യങ്ങളെക്കുറിച്ച് കൂടി പരാമർശിച്ചിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ നിന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി അത് ശരിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല, തനിക്ക് ജാമ്യം ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ പ്രതീക്ഷയും കൂടി കൈവിട്ടാൽ പിന്നെ എന്താകും സ്ഥിതി എന്ന് കാത്തിരുന്ന് കാണണം. ഒരുപക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഈ നിയമ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ അഭിഭാഷകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അതിനനുസരിച്ചാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഒളിവിൽ തുടരുന്നത് എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ ഹൈക്കോടതിയിൽ പോയാൽ പോലും ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയാൽ പിന്നീട് അത് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ട സാഹചര്യമുണ്ട്. ഒരു MLAയുടെ ഹർജിയാണ് എത്താൻ പോകുന്നത്. സ്വാഭാവികമായും അത് പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യപ്പെടാം. പക്ഷേ ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും അതിലൊരു വാദമൊക്കെ നടന്ന് തീരുമാനമുണ്ടാകണമെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അതുവരെയും ഒളിവിൽ തന്നെ തുടരുക,
അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പദ്ധതി എന്ന് വേണമോ ഇപ്പോൾ മനസ്സിലാക്കാൻ ഡാൻ? അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 1:30 മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി ലിസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ ഇന്ന് തന്നെ അതിൽ രാഷ്ട്രീയ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട നിലവിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, അതിന്റെ മറ്റ് സ്വഭാവങ്ങളും സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് തന്നെ അത് പരിഗണിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അത് ഹർജി ഫയൽ ചെയ്യേണ്ടതുണ്ട്, ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഒരു നടപടിയിലാണ്, അതിവേഗ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുവരെയും ഒളിവിൽ തുടരാനുള്ള നിർദ്ദേശം കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ തന്നെ നൽകിയിരിക്കുന്നതായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എങ്ങനെ ഇത്രയും ദിവസം ഒളിവിൽ കഴിയാൻ സാധിക്കുന്നു? അതായത് എന്തായാലും ഡാൻ തിരികെ എത്താം. ഇപ്പോഴിതാ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയാണ്. ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയായിരുന്നു എന്നതിലാണ്. കൃത്യമാണല്ലോ. അതായത് അയ്യപ്പന്റെ സ്വർണം കവർന്ന കോടതി എന്താ പറയുന്നത്? സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റുവെന്ന്. എന്നിട്ട് വ്യാജ ചെമ്പിൽ ഇത് ഉണ്ടാക്കി ചെന്നൈ കൊണ്ടുപോയി സ്വർണം പൂശുന്നത്. അപ്പൊ കോടികളുടെ ഇടപാടാണ്, സ്വർണത്തിന്റെ വിലയല്ല. ആ കോടികളുടെ ഇടപാട് നടന്നതിൽ ഇപ്പൊ വീണ്ടും രണ്ടാമത് പത്മകുമാർ പ്രതിയായി, സ്വർണ്ണപ്പാളിയുടെ കേസിലും പ്രതിയായി. അപ്പോ എന്നിട്ടും അവർക്കെതിരായി നടപടിയെടുക്കില്ല. അപ്പൊ പാർട്ടിക്ക് ബന്ധമുണ്ട്, പാർട്ടി അവരെ ഭയന്നാ നിൽക്കുന്നത്. കാരണം വേറെ പാർട്ടി നേതാക്കന്മാരുടെ പേര് അവര് പറയുന്നു. അതാണ് ഞാൻ പറയുന്നത്. അയ്യപ്പ ഭക്തര് മാത്രമല്ല, കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് CPM-ന്റെ ഈ നിലപാട്. CPM നിലപാട് അത്ഭുതപ്പെടുത്തിയാണ് എല്ലാവരെയും. നടപടിയെടുക്കില്ല. ഞാൻ പറഞ്ഞല്ലേ, SIT-യുടെ മീതെ അതിശക്തമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട്. പരമാവധി വൈകിക്കാനേ പറ്റുള്ളൂ. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യരുത് എന്ന സമ്മർദ്ദം SIT-യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട്. കാരണം കടകംപള്ളിയുടെ പേര് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. 2018-ലും 2019-ലും കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിന്റെ തെളിവുകൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ചോദ്യം ചെയ്യല് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് അജണ്ടയാകാതിരിക്കാൻ വേണ്ടി, വൈകിക്കാൻ വേണ്ടി പരമാവധി നോക്കുകയാണ്. അത് എത്ര വൈകിക്കാനും പറ്റില്ല. വൻ തോക്കുകൾ, ഇപ്പോൾ ജയിലിലായ അവരെക്കാൾ വലിയ വൻ തോക്കുകൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് കോടതി പറഞ്ഞു. അവരെ കുറിച്ചുകൂടി അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു. എന്നിട്ട് പരമാവധി വൈകിപ്പിക്കുക.